നമസ്കാരം വ്യൂവേഴ്സ്, സർവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ വളരെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത റോസ്റ്റർ 6 കഫേയിലാണ്. എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയാണെന്നുള്ള റെക്കമെൻഡേഷനിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് അകത്ത് കയറി ഇവരുടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാം. അതിനൊക്കെ മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം ചാനൽ കാണുന്ന 85% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എന്താ ഇങ്ങനെ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. പാലക്കാടിലെ ഏറ്റവും പുതിയ കഫേ ആയ റോസ്റ്റർ 6 വന്ന് നമ്മളിരുന്നു. നമ്മൾ ഔട്ട്ഡോർ ആംബിയൻസ് ആണ് ചൂസ് ചെയ്തത്. ഈ വലിയ ചൂടൊന്നുമില്ല. അകത്ത് വളരെ ചെറിയൊരു എയർ കണ്ടീഷൻഡ് സീറ്റിംഗ് ഏരിയയും അവർക്കുണ്ട്. ഇതുപോലത്തെ ഈ ഒരു ആംബിയൻസിൽ പാലക്കാട് ഇങ്ങനെ ഒരു കഫേ ഇല്ല. മെനു നോക്കുമ്പോഴത്തേക്ക് 2 മെനു ആണുള്ളത്. ഒരെണ്ണം ഡ്രിങ്ക്സ്, ഫലൂഡ, അതുപോലെ ബേസിക്കലി ഡെസേർട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം. പിന്നെ ഉള്ളത് അവരുടെ സ്നാക്സ്, സ്റ്റാർട്ടർ, സാൻഡ്വിച്ച്, ബർഗർ, ഹോട്ട് ഡോഗ്സ്, പാസ്ത ആൻഡ് റാപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഓർഡർ ചെയ്തത് ഒരു ചീസി ലോഡഡ് ഫ്രൈസ്, വെജിറ്റേറിയൻ ആണ്. പിന്നെ ഒരു വെജ് റാപ്പ്, ഇത്രയും സാധനം ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ ഡ്രിങ്ക്സിൽ ഒരു പൈനാപ്പിൾ കട്ടൻ ഓർഡർ ചെയ്തു. കാരണം ഇവിടെ 3 സ്പെഷ്യൽ കട്ടനാണുള്ളത്. ഓറഞ്ച് കട്ടൻ, ഗ്രേപ്പ്, പിന്നെ പൈനാപ്പിൾ. അതിൽ ഇവർ റെക്കമെൻഡ് ചെയ്തത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ കട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് നമ്മുടെ ചായയിൽ പൈനാപ്പിളിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസോ ഒഴിച്ചായിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, കാറ്റ് കാരണം മെനു മറന്നുപോയി. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇത് ചൂട് പൈനാപ്പിൾ ജ്യൂസാണ്. പൈനാപ്പിൾ ജ്യൂസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതോ പൈനാപ്പിൾ ജ്യൂസിൽ ചൂടുവെള്ളം ഒഴിച്ചാണോ എന്ന് പറഞ്ഞില്ല, പക്ഷേ അത് തന്നെയാണ് സാധനം. ഇവർ പൈനാപ്പിൾ കട്ടൻ എന്ന് ഇട്ടിട്ടുള്ളൂ. പൈനാപ്പിൾ കട്ടൻ ചായ അല്ലെങ്കിൽ പൈനാപ്പിൾ സുലൈമാനി എന്നൊന്നും പറഞ്ഞിട്ടില്ല, പൈനാപ്പിൾ കട്ടൻ. സോ ഇത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊള്ളാം. കാരണം ഇത് ചൂട് പൈനാപ്പിൾ ജ്യൂസാണ്, കുടിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ എന്തായാലും സ്നാക്സ് കൂടി വരട്ടെ. ഞാൻ ചൂട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്ത വെജിറ്റബിൾ റാപ്പ് വന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഡെക്കറേഷൻ ചെയ്തത് ഒഴുകിപ്പോയതാണോ എന്നും വലിയ പിടിയില്ല. കൂടെ 4 ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫ്രൈസ് എടുത്ത് കഴിച്ച് നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം. ഒരു 5 ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നത് പോയ വഴി അറിഞ്ഞില്ല. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. ഇനി നമുക്ക് ഈ ഒരു റാപ്പ്, വെജിറ്റബിൾ റാപ്പ്, ഞാനതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതൊരു ഗ്രിൽഡ് റാപ്പാണ്. ഒരു ഗ്രിൽ മാർക്സ് ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു ഫ്ലവർ ടോട്ടിലെയാണ്. ഫില്ലിംഗ് ആയിട്ട് അകത്ത് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ലെറ്റ്യൂസ് കാണുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് വെജിറ്റബിൾ നഗറ്റ്സ് ഉണ്ട് തോന്നുന്നു. ഒരു ബൈറ്റ് എടുത്ത് നോക്കട്ടെ. ലുക്സ് നൈസ്. ഇത് ആക്ച്വലി കൊള്ളാം. ഈശ്വലിൻ്റെ അടിയിലൊക്കെ മയണൈസ് പറ്റും, ബട്ട് ദാറ്റ്സ് ഓക്കെ. അകത്ത് പൊട്ടറ്റോയുടെ എന്തോ ഒരു പാറ്റിയോ ഈ ഒരു ഹാഷ് ബ്രൗണോ അതുപോലെ എന്തോ ഒരു സാധനം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവരുടെ മയണൈസ് നല്ലതാണ്. ഒരു പ്രീമെയ്ഡ് മറ്റേ ബോട്ടിൽ വരുന്ന സാധനമല്ല, ഗാർലിക് മയണൈസ് ആണ്. ഇറ്റ്സ് നൈസ്. ഈ ഒരു റാപ്പ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ചീസി ഫ്രൈസ് വന്നു. സർവീസ് നല്ല സ്പീഡാണ്. പടപടേന്ന് കാര്യങ്ങൾ കൊണ്ടുവരുന്നുമുണ്ട്, ഓർഡർ എടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞാനൊരു മിൽക്ക് ഷേക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. മെനുവിൽ ബാക്കി എല്ലാ മിൽക്ക് ഷേക്കിനേക്കാളും എനിക്ക് തോന്നിയത് ആ മിൻറ്റ് വാനിലയാണ്. കാരണം മിൻറ്റ് ഫ്ലേവർ എനിക്കിഷ്ടമാണ്, ബട്ട് മിൻറ്റ് ഫ്ലേവറിലുള്ള ഷേക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ റാപ്പ് എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്യും. അതോടെ തൽക്കാലം ഇരിക്കട്ടെ. നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് ഈ ചീസി ഫ്രൈസ് ഒന്ന് നോക്കാം. എനിക്ക് വിത്തൗട്ട് ഈറ്റിംഗ് ഇതിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ചീസ് സ്ലൈസസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു എനിക്ക് തോന്നുന്നു പെരി പെരി ഡ്രസ്സിങ് ആയിരിക്കും. ഇതവരുടെ ഗാർലിക് മയണൈസ് ആണ്. ദെൻ പാഴ്സ്ലി, ഇത് ക്യാപ്സിക്കം. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് ആദ്യത്തെ ഒരു ബൈറ്റ് എടുക്കാം, എല്ലാ ലെയറും കൂടി ചേർത്ത്. ആ ചീസ് സ്ലൈസ് മാത്രമല്ല, ഇതിനകത്ത് അവർ ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ആ ഒരു മൊസറല്ല ചീസിൻ്റെ ഒരു ചീസ് പുളില്ലേ അതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല ചീസിയാണ്. അവർ മേളിൽ മാത്രമല്ല ഇടയ്ക്കൊക്കെ ആ ഒരു ചീസും
മയണൈസും എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചീസ് പുള്ള്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സർവീസ് കിടിലുമാണ്. റിയൽ ടൈമിൽ, അതായത് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം പറഞ്ഞൊരു 4 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം കിട്ടി. ഇതവിടെ തൽക്കാലം മാറിയിരിക്കട്ടെ. ഞാൻ ഈ ചീസി ഫ്രൈസ് റാപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഈ ചീസി ഫ്രൈസിൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം. ചീസ് പുൾ, അടിപൊളി ചീസ് പുൾ. ഇഷ്ടംപോലെ മസാല ചീസ് ഇട്ടിട്ടുണ്ട്. പുറമേ കാണുന്നത് മാത്രമല്ല, അകത്ത് അത്രയും ചീസിയാണ്. കൊള്ളാം, റാപ്പും കൊള്ളാം, ഫ്രൈസും കൊള്ളാം. ഇത് രണ്ടും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം മിൽക്ക് ഷേക്ക് ആദ്യം എനിക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഓർഡർ ചെയ്ത പൈനാപ്പിൾ കട്ടൻ, ചീസി ഫ്രൈസ്, വെജിറ്റബിൾ റാപ്പ് 3 കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഒരു പൈനാപ്പിൾ കട്ടൻ്റെ ബെനിഫിറ്റ്, ഈ പൈനാപ്പിൾ ചൂടായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം പൈനാപ്പിളിന് അങ്ങനെ ഒരു ഡൈജഷന് ഹെൽപ്പ് ചെയ്യാവുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാനിവിടെ വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇനി അധികം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ മിൻറ്റ് വാനില ആണോ ഇത് നോക്കട്ടെ. മിൻറ്റ് വാനില മിൽക്ക് ഷേക്കിലേക്ക് കിടക്കാം. ഒരു സ്കൂപ്പ് ഐസ്ക്രീമും മേലെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. ഈ ഒരു ഫ്ലേവർ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ 10 പേര് ഇത് വന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ 5 പേർക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഈ റോസ് മിൽക്ക് ഇഷ്ടപ്പെടാത്തവരില്ലേ, അവർക്ക് ഇതും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഒരിക്കലും ഒരു മിൽക്ക് ഷേക്കിൽ മിൻറ്റിൻ്റെ ഫ്ലേവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് മിൻറ്റ് ചോക്ലേറ്റ് ചിപ്പ് ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. ഞാൻ ഇരുന്ന സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഫാമിലി റിയൂണിയൻ പോലെ നടക്കുകയായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാനില മിൽക്ക് ഷേക്ക് പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ ഇനി അകത്ത് നമുക്ക് കയറിയിട്ട് അവരുടെ ഡെസേർട്ട് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എന്നിട്ട് അവരോട് തന്നെ ചോദിക്കാം ഡെസേർട്ട്സൊക്കെ ആരാണ് മേക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതൊക്കെ. റോസ്റ്റർ 6ൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി 425 രൂപയാണ് ടോട്ടൽ ബിൽ എമൗണ്ട് വന്നത്. പിന്നെ ഈ പൈനാപ്പിൾ കട്ടൻ്റെ കാര്യം, ഞാൻ ചൂട് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനതിവിടെ ക്ലാരിഫൈ ചെയ്തു. സംഭവം അതിനകത്ത് അവർ വളരെ കുറച്ച് ചായയുടെ ഡിക്കോഷൻ ഒഴിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ അത് മേ ബി എനിക്ക് ഫീൽ ചെയ്യാത്തതായിരിക്കും. കാരണം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് തന്നെയാണ് സാധനങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ബട്ട് ബാക്കി എല്ലാം അടിപൊളി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യും. ഈവനിങ് ആയപ്പോഴത്തേക്ക് സ്ഥലത്തിൻ്റെ ആംബിയൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു നല്ല ഗെറ്റ് ടുഗദറിനൊക്കെയുള്ള ഒരു സ്പോട്ടാണിത്. ഓപ്പൺ ആംബിയൻസും കൂടെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.